ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും കൂടെ തന്നെ നമ്മുടെ കൊൽക്കത്ത അയൽവാസിയുടെ അടിപൊളി റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ. കൊൽക്കത്ത റെസിപ്പിയാണ്, അപ്പോൾ അതുകൂടി കാണുക. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നൂൽപുട്ടാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ചായ വയ്ക്കാനുള്ള പാലും അതിലേക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഒരടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരടുപ്പിൽ ചായയും ഒരടുപ്പിൽ വെള്ളവും ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായപ്പോൾ അരിപ്പൊടിയൊക്കെ പാക്കറ്റ് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ പാകത്തിനുള്ള ഉപ്പും ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൂൽപുട്ടിനുള്ളതാണ്. അപ്പോൾ നൂൽപുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതാ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കടലക്കറിയാണ് നൂൽപുട്ടിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഇതാ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനെപ്പോഴും വെക്കുന്ന കടലക്കറി തന്നെയാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചായ മൂടി വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം എടുത്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ കുക്കറൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. അതിലുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടികൾ എല്ലാം തന്നെ പണി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വെക്കലാണ് കേട്ടോ. എല്ലാം തന്നെ കറക്റ്റ് സ്ഥാനത്ത് കൊണ്ടുവച്ച് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എപ്പോഴാണ് ഞാൻ ചായ കുടിച്ചത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നൂൽപുട്ടിനുള്ളതൊക്കെ തട്ടയ്ക്ക് ഒന്ന് എണ്ണ തേച്ച് വെക്കുകയാണ്. ആദ്യമൊക്കെ ഞാൻ വലിയ ഓട്ടപ്പാത്രമല്ലേ, അതായത് നമ്മൾ അരിയൊക്കെ കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് വെക്കില്ലേ, ആ ഒരു ഓട്ടപ്പാത്രത്തിലായിരുന്നു കേട്ടോ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കിയിരുന്നത്. അതായത് ഒരാൾക്ക് ഒരു നൂൽപുട്ട് മതിയാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരുന്നത്. ഈ ഇഡ്ഡലി ചട്ടിയിൽ തന്നെ ആ ഓട്ടപ്പാത്രം വെച്ചിട്ട് മൂടി വെക്കലായിരുന്നു കേട്ടോ പതിവ്. പിന്നെ ഇഡ്ഡലി ചട്ടി നിലത്ത് വീണിട്ട് ഒന്ന് ഞെളിങ്ങിപ്പോയി. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ആ പാത്രം വെക്കാൻ പറ്റുന്നില്ല. കാരണം ആവി പുറത്തേക്ക് പോവുകയാണ്. ഞെളിങ്ങിയ ഭാഗത്ത് കൂടെ ആവി പോണത് കൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. പുതിയ ഇഡ്ഡലി ചട്ടി വാങ്ങണം, എന്നാലേ കറക്റ്റായിട്ട് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നൂലുപുട്ടൊക്കെ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കുള്ള മീൻകറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മീൻകറിയും അതുപോലെ തന്നെ മീൻ പൊരിക്കാനൊരു 4 കഷ്ണം ഉണ്ടായിരുന്നു. അത് വെച്ച് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു കിട്ടും. സിലോപ്പി മീനാണ്. അപ്പോൾ ഇത് മുഴുക്ക പിടിച്ചു കൊണ്ടുവന്ന മീൻ തന്നെയാണ് കേട്ടോ. അതാകുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇതാ അയൽവാസിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൾ വിളിച്ചിട്ട് ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അവളിതാ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ, വെള്ളം, ചുടുവെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഉപ്പും എണ്ണയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ മാവ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മൈദ മാവില്ലേ, അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇല്ലേ, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓയിലും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കറക്റ്റായി വരുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പേരെന്താ നിങ്ങളുടെ ഇതിൽ എന്താ പറയുക? ഷിയാട. ഈ സമൂസ വേറെ ഐറ്റം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, മനസ്സിലായില്ലേ? സമൂസ പോലെ അതിൽ ഉള്ളില് എന്നാല് കടല ഉരുളക്കിഴങ്ങ് ആ സാധനം അതിൽ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ മുടക്കാം. അങ്ങനെ മാവൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്താലാണ് കൂടുതൽ സോഫ്റ്റ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ചുടുവെള്ളത്തിൽ തന്നെ നന്നായി കുഴച്ചെടുക്കുക. ഒരുപാട് ചൂടൊന്നും വേണ്ട, ഒരു ഇളം ചൂടുള്ള വെള്ളം അത്രയും മതി. അപ്പോൾ ഇതാ നമ്മൾ നന്നായി തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് മാറ്റി വെക്കുകയാണ്.
അപ്പോൾ ദാ അതിൻ്റെ ഇടയിൽ തനിമോള് നിന്ന് കരയുന്നുണ്ട് കേട്ടോ, ഒന്ന് എടുക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദാ അവള് മീൻ കറിയിലേക്കും അതുപോലെ അതിൽ ഈ ഉണ്ടാക്കുന്നതിലേക്കുള്ള ഫില്ലിങ്സിനൊക്കെ ഉള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 3 ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫില്ലിങ്സിനുള്ളതാണ് കേട്ടോ. അവള് മീൻ കറിയിൽ വരെ ഉരുളക്കിഴങ്ങ് ഇടലുണ്ട്. അതുപോലെ മീൻ പൊരിച്ചിട്ടൊക്കെയാണ് അവൾ കറി വെക്കൽ. അവരുടെ വേറൊരു തരം വെറൈറ്റി കറിയാണ് കേട്ടോ. അതിനിപ്പോൾ അത് അതിലേക്കുള്ള കടലയാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ പച്ച കളറിലുള്ള കടലല്ലേ, ബീൻസ്, പച്ചപ്പട്ടാണി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം, അതിൻ്റെ യെല്ലോ കളറ്. പിന്നെ ഇതാ അവളുടെ മകളാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ തനിമോളും നിൽക്കുന്നുണ്ട് കൂടെ തന്നെ. അങ്ങനെ കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തതും അതുപോലെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കടലല്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി തന്നെ ഇളക്കിയിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ ദാ കുക്കറൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി വെന്തതിന് ശേഷം ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഫില്ലിങ്സിനുള്ളതാണ് കേട്ടോ. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സവാള ഇട്ടിട്ടുണ്ടാവുള്ളൂ. 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് അത്യാവശ്യം മീഡിയം സൈസിലുള്ള സവാള കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി തന്നെ ഒന്ന് വാടിക്കിട്ടണം. അതുവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ കടലയില്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതായത് മഞ്ഞൾപ്പൊടിയും ഗരം മസാല അങ്ങനെയുള്ള ചെറുതായിട്ട് കുറച്ച് മാത്രമേ എല്ലാം ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതില്ലേ, ജീരകപ്പൊടി അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറച്ച് മതിയാവും കേട്ടോ. 1/2 ടീസ്പൂൺ വീതം മാത്രം മതിയാവും. അത്രേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവില്ലേ അത് ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് പരത്തൊന്നും വേണ്ട, ചെറുതായി ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. അതായത് ഇത്ര മതി, ഇത്ര കട്ടിക്കൊന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നടുകെ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ പച്ചവെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒരു സൈഡ് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ സൈഡിലൊക്കെ ഒന്ന് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കണം, നന്നായി ഒട്ടിക്കിട്ടാനായിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയിട്ട് പശ പോലെ ആക്കിയാലും മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് ജസ്റ്റ് ഒരു മടക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു മടക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം തൊട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ എല്ലാം തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഓയിലൊന്ന് ചെറുതായി ചൂടാവുന്ന സമയത്ത് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇവള് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ എനിക്ക് ഇതിൽ അത്ര തൃപ്തി തോന്നിയില്ല. അതുകൊണ്ട് ഒന്ന് ചൂടായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ചെറിയൊരു ചൂട് വരില്ലേ, ആ ഒരു ചൂട് വരുമ്പോഴാണ് ശരിക്കും ഇട്ട് കൊടുക്കേണ്ടത്. എനിക്ക് ഇത് ഇങ്ങനെ ഇട്ടപ്പോൾ കുറച്ച് ഹാർഡായി തോന്നി. ഒന്ന് ചൂടാക്കി ഇട്ടപ്പോൾ കറക്റ്റായി വന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബെറ്റർ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു സൈഡ് ചെറിയൊരു കളർ മാറുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ മകള് ഖദീജ എന്നാണ് പേര് അവളുടെ. അപ്പോൾ അവള് കയറിയിട്ട് എന്തായി എന്ന് നോക്കുകയാണ്. പാത്രമൊക്കെ എടുത്തിട്ട് റെഡിയായോ, കഴിക്കാനായിട്ട് റെഡിയായിരിക്കുകയാണ് കേട്ടോ അവള്. അങ്ങനെ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സൈഡും ഒന്നായി കിട്ടണം. ചെറിയൊരു കളറ് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ദാ ഇത് കറക്റ്റ് കളറാണ്. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് കളറാവാനായിട്ട് നിൽക്കണ്ട, ഒരുപാട് ഹാർഡായി പോകും. ചെറിയൊരു കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാം തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇത് ചൂടായി കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഒരു ചെറുതായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കൊൽക്കത്തക്കാരുടെ ഷിയാട റെഡി ആയിട്ടുണ്ട്. എന്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ മോട്ടു പട്ലുവിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. മോട്ടു പട്ലുവിൻ്റെ സമൂസ അല്ലേ, അതുപോലെയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ ഇതാ തനിമോളും നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. തനിമോൾക്കും നന്നായി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫില്ലിക്സ് ഒന്നും അധികം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇനിയും ഇതുപോലുള്ള റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവരുടെ മീൻകറിയൊക്കെ നല്ല വെറൈറ്റിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും അതുപോലെ അതിൽ കോളിഫ്ലവർ ഇടും, അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.